ആദരയോടുകൂടി ക്ഷണിച്ചുകൊള്ളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരളത്തിന്റെ വടക്കേയറ്റത്ത് ചരിത്ര പ്രസിദ്ധമായ മോർത്തണ ഗാന്ധിനഗറിലെ ഈ പ്രദേശത്തിന് ആത്മീയതയുടെ വെളിച്ചം പകരുന്ന സയ്യിദ് സൈഫുദ്ദീൻ മഹാനായ അവരുടെ റളിയല്ലാഹു അൻഹു അവരുടെ ഉറൂസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാന സദസ്സിലാണ് നമ്മൾ ഏവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ മേഖലയിൽ തൊട്ടടുത്ത പട്ടിപ്പദവിൽ ഒരു കൊച്ചു ഗ്രാമത്തെ ആത്മീയതയുടെയും വിജ്ഞാനത്തിന്റെയും വെളിച്ചമാക്കി മാറ്റിയ നമ്മളൊക്കെ മുഹമ്മദ് ഉസ്താദ് എന്ന് വിളിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദിന്റെ ഭക്തിനിർഭരമായ പ്രാർത്ഥനയും ഇന്ന് നടക്കുന്നുണ്ട്. ഉജ്ജ്വല പ്രഭാഷകൻ നമ്മുടെ പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി അനസമാനി പുഷ്പഗിരി ഏതാനും മിനിറ്റുകൾക്കകം ഈ വേദിയിലേക്ക് എത്തിച്ചേരും. ബഹുമാനനായ ആരിസ് ഹനീഫി ഉസ്താദ് അവർകൾ വളരെ മനോഹരമായി എല്ലാവരെയും പരിചയപ്പെടുത്തി വളരെ നല്ല ഒരു സ്വാഗത ഭാഷണം ഇവിടെ നടത്തിയിരിക്കുകയാണ്. നമ്മുടെ ഖത്തീബ് ഉസ്താദ് നിസാമുദ്ദീൻ ഫൈസിയും ആദം ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരുടെയും രണ്ട് സയ്യിദന്മാരുടെയും സൈഫുദ്ദീൻ തങ്ങളും ബദറുദ്ദീൻ തങ്ങളുടെയും സമ്പന്നമായ സാന്നിധ്യമുണ്ട്. ബഹുമാനനായ ബി കെ മുഹമ്മദ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള ഉറൂസ് കമ്മിറ്റിയുടെയും ജമാഅത്ത് കമ്മിറ്റിയുടെയും ഭാരവാഹികൾ കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളായി ഈ ചരിത്ര പ്രസിദ്ധമായ ഉറൂസിന്റെ ഓരോ വിജയത്തിനും വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന നേരിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. നമുക്കറിയാം, നമ്മുടെയൊക്കെ മഞ്ചേഷം പോലെയുള്ള വടക്കേ അറ്റത്തെ ഈ പ്രദേശത്തിന്റെ ഒരു ഭാഗ്യമെന്ന് പറയുന്നത് ഒരു വർഷം മഴക്കാലം കഴിഞ്ഞ് വേനൽക്കാലം വന്നാൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു പള്ളിയുടെ മുമ്പിൽ നമ്മൾ അറിയാത്ത കാലത്ത് കടന്നു വന്ന അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ഇതുപോലെയുള്ള മഖാമുകൾ തലമുറകളായി നമുക്കൊരു ഭാഗ്യമായി ലഭിച്ച ഒരു പ്രദേശമാണ് നമ്മുടെ പ്രദേശം. നമുക്ക് മുമ്പേ കടന്നുപോയ നമ്മുടെ പൂർവികർ ഇത്രമാത്രം സൗകര്യങ്ങളില്ലാത്ത ഒരു കാലത്ത്, ദാരിദ്ര്യവും കഷ്ടപ്പാടും നിറഞ്ഞ കാലത്ത് അന്നവര് ആ പ്രദേശത്തിന്റെ ഏറ്റവും ധന്യമായ 2 വർഷത്തിലൊരിക്കലോ 1 വർഷത്തിലൊരിക്കലോ 5 വർഷത്തിലൊരിക്കലോ ഉറൂസ് സംഘടിപ്പിക്കാനുള്ള ഒരു തീരുമാനമെടുത്തു. അത് തലമുറകളായി നമ്മൾ ആ ഉറൂസിനെ വ്യത്യസ്തമായ പ്രഭാഷകരുടെ സമ്പന്നമായ സാന്നിധ്യം കൊണ്ട് വിജ്ഞാനത്തിന്റെ അറിവുകൾ പരസ്പരം കൈമാറിക്കൊണ്ടുള്ള ഒരാഘോഷമാക്കി നമ്മൾ കൊണ്ടാടുകയാണ്. ഗാന്ധിനഗറിലെ മോർത്തണ എന്ന് പറയുന്ന ഈ പ്രദേശം ഒരുപാട് കശ്മ കറാമത്തുകൾ കൊണ്ട് അനുഗ്രഹീതമായ സയ്യിദ് സൈഫുദ്ദീൻ റളിയല്ലാഹു അൻഹു അവരുടെ മക്കാമിൽ ഈ 2 വർഷത്തിലൊരിക്കൽ നടത്തുന്ന ഉറൂസ് ഈ പ്രദേശത്ത് പരിശുദ്ധ ദീനിന്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരുപാട് വിജ്ഞാന സദസ്സുകളിലൂടെയാണ് കടന്നു പോകുന്നത്. പുതിയ തലമുറ ടെക്നോളജിയുടെ പുരോഗതിയും വികാസവും പ്രാപിച്ച ഒരു കാലത്ത്, ഉയർച്ചയുടെ കൊടുമുടിയിൽ ലോകം ഒരു ഗ്ലോബൽ വില്ലേജായി മാറുന്ന കാലത്തും ഇത്തരത്തിലുള്ള ഉറൂസുകളുടെ പ്രസക്തി വളരെ വർദ്ധിച്ചു വരുന്നത് നമ്മൾ കാണുകയാണ്. എല്ലാ രീതിയിലും നമ്മൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും വേദനാജനകമായ വാർത്ത എന്ന് പറയുന്നത് വിദ്യ കൊണ്ട് ഉയർച്ച കൈവരിക്കുമ്പോഴും ടെക്നോളജി കൊണ്ട് ഉയർച്ച കൈവരിക്കുമ്പോഴും എല്ലാവരുടെയും ടെൻഷൻ എന്ന് പറയുന്നത് മനുഷ്യത്വം നഷ്ടപ്പെടുന്നു, ധാർമ്മികത നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ പുതിയ കാലത്തിന്റെ ചർച്ച. അവിടെയാണ് ഇത്തരത്തിലുള്ള ഉറൂസുകൾ ഏറെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്. നമ്മൾ ഉറൂസിന്റെ ഭാഗമായി ഉറൂസിന് തുടക്കം കുറിച്ച് പതാക ഉയർത്തുന്നതോടുകൂടി അതിൽ നമ്മൾ ഏറ്റവും പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മൾ നൽകുന്നത് പരിശുദ്ധ ദീനിന്റെ സത്ത പുതിയ തലമുറക്ക് പകർന്നു കൊടുക്കുന്ന രീതിയിലുള്ള വിജ്ഞാന സദസ്സുകളായി നമ്മളത് കൊണ്ടാടുകയാണ്. ഒരുപാട് സയ്യിദന്മാരുടെ സമ്പന്നമായ സാന്നിധ്യം കൊണ്ട് പ്രാർത്ഥനകളിലൂടെ നമ്മളെ ലാബുകൾ സജീവമാവുകയാണ്. അന്നദാനത്തോടു കൂടി നമ്മുടെ ഉറൂസിന് തിരശ്ശീല വീഴുമ്പോൾ ആ പ്രദേശത്ത് പുതിയ കുരുന്നുകൾക്ക്, പുതിയ തലമുറക്ക് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ യഥാർത്ഥ സത്ത കൈമാറാൻ കഴിയുന്നു എന്നുള്ളതാണ്
ഓരോ ഉറൂസിന്റെയും സമാപ്തിയോടുകൂടി നമ്മൾ വിലയിരുത്തുന്നത്. ഞാനൊരു സുദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല. ഇവിടെ ML ആകുന്നതിന് മുമ്പും 100% ഒരു സുന്നി കുടുംബത്തിൽ പിറന്ന ഒരാളെന്ന നിലയ്ക്ക് നിരന്തരമായി ഈ ദർഗയിൽ എത്തുകയും നമ്മുടെ ആവലാദികളും വേവലാദികളും പറയുന്ന ഈ പ്രധാനപ്പെട്ട സൈഫുദ്ദീൻ റളിയല്ലാഹു അൻഹു അവരുടെ ഉറൂസിന്റെ ഒരു പുണ്യം കരഗതമാക്കാൻ വേണ്ടിയാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഉറൂസ് കമ്മിറ്റിയുടെ ചെയർമാൻ പ്രിയപ്പെട്ട BK മുഹമ്മദ് സാഹിബ് തുടക്കത്തിലും ക്ഷണിച്ചിരുന്നു. മണ്ഡലത്തിൽ പലപ്പോഴും പഞ്ചായത്ത് ഇലക്ഷന് ശേഷം നിയമസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓട്ടത്തിനിടയിൽ എന്തായാലും ഇന്ന് എത്തണമെന്ന അതിയായ ആഗ്രഹത്തോടു കൂടി എത്തുമ്പോൾ ഞാൻ ഏറെ സ്നേഹിക്കുകയും ഹൃദയബന്ധം പുലർത്തുകയും ചെയ്യുന്ന മുഹമ്മദ് ഉസ്താദിന്റെ പ്രാർത്ഥനാ സദസ്സിലും സയ്യിദന്മാരുടെ ഈ ധന്യമായ ഒരു ചടങ്ങിലും പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഉജ്ജ്വല പ്രഭാഷകനും കൂടി നമ്മുടെ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒത്തുചേരൽ അള്ളാഹു ഖബൂലാക്കട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന അധ്വാനിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പ്രതിഫലം നൽകട്ടെ. എല്ലാവിധ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് വാക്കുകൾക്ക് വിരാമം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉജ്ജ്വല